RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് വടക്കത്തറയിലുള്ള വ്യാസ വിദ്യാപീഠം സ്കൂൾ വളപ്പിൽ നിന്ന് ഉഗ്ര സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നു. കല്ലേക്കാട് പൊടിപ്പാറയിൽ സുരേഷ് എന്നയാളുടെ വീട്ടിൽ നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടി. സുരേഷ് RSS BJP പ്രവർത്തകരെന്ന് CPIM-ഉം കോൺഗ്രസും ആരോപിച്ചു. എന്നാൽ സുരേഷുമായി ഒരു ബന്ധവുമില്ലെന്നാണ് BJPയുടെ വിശദീകരണം. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. BJPയുടെ മണ്ഡലം പ്രസിഡന്റ് വീടിന്റെ നേരെയുള്ള വീടാണ് ഇപ്പോ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സുരേഷിന്റെ വീട്. ഇപ്പോ BJPയുടെയും RSSന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള സുരേഷിന് ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിലൂടെ മനുഷ്യജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു ഭാവി പ്രവർത്തനവും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സുരേഷ് എന്ന് പറയുന്ന RSSന്റെ സജീവ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ പിടിച്ചതോടുകൂടി മാരകമായ ബോംബുകൾ ഉൾപ്പെടെ പിടിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീകുമാരൻ പാലക്കാട് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീജിത്ത്, അടിക്കടിക്ക് ഒരേ മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നു. ഇന്ന് ഒരാളുടെ പേരിലേക്ക് ഒരാളുടെ വീട്ടിൽ നിന്നും കൂടി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുമ്പോൾ രാഷ്ട്രീയ ആരോപണം അത് ആയുധമായി മാറുകയാണ്. അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? ഈ പ്രതിപക്ഷം ഈ CPM-ഉം കോൺഗ്രസും അടക്കം ആരോപിക്കുന്നത് ഏതോ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായി എന്നോണമാണ്. എന്താണ് വിവരങ്ങൾ? സുഹൈൽ, ആദ്യമേ പറയട്ടെ, പോലീസ് ഈ സുരേഷ് ഈ കല്ലേക്കാട് പൊടിപ്പാറയിൽ സുരേഷ് ഒരു BJP RSS അനുഭാവിയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും മറ്റു രണ്ടുപേർ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരിൽ നിന്ന് ആണ് ഈ സുരേഷിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. അതായത് വടക്കൻതറയിൽ പന്നിപ്പടക്കം എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരവായി രണ്ടുപേരെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നു. അവരിൽ നിന്ന് കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നു. അങ്ങനെ സുരേഷിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സുരേഷിന്റെ വീട്ടിലെത്തിയപ്പോൾ പോലീസ് കൂടുതൽ പ്രഹരശേഷിയുള്ള പോലീസ് പന്നിപ്പടക്കമെന്നും നമ്മൾ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തു എന്നും പറയുന്ന ആ സ്ഫോടക ശേഖരം പിടിച്ചെടുക്കുകയായിരുന്നു. അതിൽ 12ഓളം വരുന്ന ഉഗ്ര സ്ഫോടക വസ്തു ഉണ്ട്. കൂടാതെ 22 ഡിറ്റനേറ്റർ ഉണ്ട്. ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു വീട്ടിന് പുറകിൽ ഒരു സ്ഥലത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സുരേഷിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ട്. CPIM-ഉം കോൺഗ്രസും ഇത് BJPയുടെ ആസൂത്രണമാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. പോലീസ് പക്ഷേ ഇപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. എന്തെങ്കിലും പൊളിറ്റിക്കൽ മോട്ടീവ്, രാഷ്ട്രീയ ലക്ഷ്യം ഇതിനുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് എന്നാണ് പാലക്കാട് SP-യും അതുപോലെ തന്നെ പാലക്കാട് നോർത്ത് പോലീസും ഇതിനകം തന്നെ നൽകുന്ന വിവരം. എന്തായാലും പ്രതികളെ ഈ 3 പേരുണ്ട്. ഈ 3 പേരെയും കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ 2 പേരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത് ഈ സുരേഷ് ആണെന്നാണ്. മറ്റ് കോറികളിലേക്കും മറ്റും ഈ എക്സ്പ്ലോസീവ് കൊടുക്കുന്ന ആളുകളാണ് മറ്റ് 2 പേരെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്, രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ BJPയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഈ സുരേഷിനില്ല എന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ പന്നിപ്പടക്കം എന്ന് പോലീസ് പറയുന്ന അല്ലെങ്കിൽ BJP പറയുന്ന ഈ നാടൻ ബോംബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളും കൂടുതൽ അന്വേഷണങ്ങളും നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും BJPയെ കോർണർ ചെയ്താണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും ആരോപണം ഉള്ളത്. അതിനപ്പുറത്തേക്ക് സ്ഫോടക വസ്തുക്കൾ എന്തിനു കൊണ്ടുവന്നു, എന്തിന് ശേഖരിച്ചു, എന്ത് ലക്ഷ്യമിട്ടുണ്ടാക്കി, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അതിലേക്ക് വിശദമായ അന്വേഷണം നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.